നാനാരൂപമിദം വിശ്വം ന കേനാപ്യസ്തി ഭിന്നത കാര്യകാരണരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹാഗുരുവിന്റെ പാദകമലങ്ങളിൽ പ്രണാമം. സജ്ജനങ്ങളായ സുഹൃതികൾക്ക് ഏവർക്കും വന്ദനം. ദർശനമാലയിലെ യോഗ ദർശനത്തിലെ 8ാം മന്ത്രമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. 7ാം മന്ത്രത്തിലൂടെ കാഴ്ചകളെല്ലാം കാണുന്നവന്റെ സ്വരൂപം തന്നെ. ഇപ്രകാരം വിചാരം ചെയ്ത് അനുഭവിച്ച് ആരാണോ ദൃക്കായ ആത്മാവിൽ ചിത്തത്തെ കൊണ്ട് എത്തിക്കുന്നത് അവൻ യോഗികളിൽ ശ്രേഷ്ഠനാണ് എന്ന് വിചാരം ചെയ്തു. അഖണ്ഡബോധ സ്വരൂപത്തിൽ ശക്തി സ്പന്ദിച്ചപ്പോൾ അജ്ഞാനമാകുന്ന ആവരണം അങ്ങനെ കടന്ന് പ്രാണൻ, അഹന്തത്വം, പ്രാണനും മനസ്സും വിത്തും വൃക്ഷവും പോലെ കൂട്ടുപിണഞ്ഞു വർത്തിക്കുന്ന 2 ഘടകങ്ങളാണെന്നറിയുന്നു. ഖണ്ഡബോധ സ്വരൂപത്തിൽ നിന്ന് അജ്ഞാനം, പിന്നെ പ്രാണൻ, അഹന്തത്വം. അപ്പോ ഇത് രണ്ടും, പ്രാണനും മനസ്സും പിണഞ്ഞു വർത്തിക്കുന്ന 2 ഘടകങ്ങളാണ്. സങ്കല്പ ലതകൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മനോവൃക്ഷത്തിന് 2 വിത്തുകളുണ്ട്. ഒന്ന് പ്രാണസ്പന്ദനവും മറ്റേത് ദൃഢമായിരിക്കുന്ന വാസനയുമാണ് എന്ന് യോഗവാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങൾ അഭിപ്രായപ്പെടുന്നു. ചിത്തം ഏകാഗ്രപ്പെട്ടാൽ പ്രാണപ്രസരണത്തിന്റെ വ്യാപ്തി കൂടുന്നു. ഒരു യോഗിക്ക് അത്ഭുതകരമായ പ്രാണപ്രസരണം അനുഭവിക്കാൻ കഴിയുന്നു. ഇങ്ങനെ യോഗാഭ്യാസം കൊണ്ട് ഉണർന്ന് ആ പ്രാണനെയാണ് യോഗികൾ കുണ്ടലിനി എന്ന് വിളിക്കുന്നത്. കുണ്ടലിനി പ്രാണൻ ഉണരുന്നത് എങ്ങനെയാ? യോഗാഭ്യാസം കൊണ്ടാണ്. ദേഹാന്തർഭാഗത്ത് അടിത്തട്ടിൽ ഒരു സർപ്പം പോലെ ചുരുൾ നിവർത്തി പൊന്തി വരുന്നത് പോലെ പ്രാണൻ ചുരുൾ നിവർന്നു വരുന്നതായിട്ടാണ് യോഗിക്ക് അനുഭവപ്പെടുന്നത്. ഈ കുണ്ടലിനി പ്രാണശക്തി ദേഹനാഡികളിൽ വ്യാപിച്ച് ശിരസിനെ ലക്ഷ്യമാക്കി പ്രസരിക്കാൻ തുടങ്ങുന്നതോടെ അസാധാരണമായ ഒരു ആനന്ദ അനുഭവം യോഗി ചിത്തത്തിൽ മാറി മാറി തെളിയുന്നു. അങ്ങനെ മനസ്സ് അസ്പന്ദമാകുന്നു. കുണ്ടലിനി യോഗം ദർശനമാലയിലെ 8ാം മന്ത്രത്തിൽ ഗുരു ഈ യോഗവായുവിനെയാണ് വിശദമാക്കുന്നത്. ശ്ലോകം: യഥാ പിബൻ മനോഭൃംഗഃ സ്വാനന്ദമധുമാധുരീം ന സ്പന്ദതി വശീകൃത്യ യോജിതോ യോഗവായുന. യോഗവായുന, യോഗാഭ്യാസം കൊണ്ട് ഉണർന്ന വായു, അതായത് കുണ്ടലിനി പ്രാണനാൽ വശീകൃത്യ ആകർഷിക്കപ്പെട്ട് യോജിത ആത്മാനന്ദത്തിൽ കൊണ്ട് എത്തിക്കപ്പെട്ട, അതായത് കുണ്ടലിനി പ്രാണനാൽ ആകർഷിതമായി ആത്മാനന്ദത്തിൽ കൊണ്ട് എത്തപ്പെട്ട മനോഭൃംഗഃ, ഭൃംഗഃ വണ്ട്, മനോഭൃംഗഃ മനസ്സാകുന്ന വണ്ട്. മനസ്സ് വണ്ടിനെ പോലെ തന്നെ ചഞ്ചലമാണല്ലോ. ആ മനസ്സാകുന്ന വണ്ട് യഥാ ഇപ്പോൾ സ്വാനന്ദമധുമാധുരീം, ആത്മാനന്ദമാകുന്ന തേനിന്റെ മാധുര്യം. മധു എന്ന് പറഞ്ഞ തേൻ. എന്തിന്റെ തേനാണ്? ആത്മാനന്ദമാകുന്ന തേനിന്റെ മാധുര്യം. പിബൻ നുകർന്ന്, ന സ്പന്ദതി, അതായത് ഇവിടെ കുടിച്ചുകൊണ്ടിരുന്ന് ന സ്പന്ദതി നിശ്ചലമായി വർത്തിക്കുന്നുവോ. ആ മാധുര്യം നുകരുമ്പോൾ പിന്നെ ചലിക്കാനാവില്ല, ചലനമെല്ലാം നിൽക്കും. അതുപോലെ തഥാ സയോഗഃ, അപ്പോൾ അതാണ് യോഗമെന്നറിയപ്പെടുന്നത്. മനസ്സസ്പന്ദമായി സ്വരൂപത്തിൽ വർത്തിക്കുന്നതാണ് യോഗം. 8ാം ശ്ലോകത്തിന്റെ ആശയം പറയുമ്പോൾ
യോഗവായുവിനാൽ ആകർഷിക്കപ്പെട്ട് ആത്മാവുമായി യോജിക്കപ്പെട്ട മനസ്സാകുന്ന വണ്ട് ആത്മാനന്ദ മധുമാധുര്യം നുകർന്ന് നിശ്ചലമായി വർത്തിക്കുന്നതാണ് യോഗം എന്നതാണ്. ഇനി ഈ ശ്ലോകത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേത് എന്നൊരു തത്വമുണ്ട്. ഗീത പറയുന്നതാണ്, ധ്യാനയോഗത്തിലെ ഗീത പറയുന്നതാണ്. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കപ്പെടണം, ഒരിക്കലും അധപ്പതിക്കരുത്. മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം തന്നെ മനസ്സിന്റെ ഉദ്ധാരണവും സ്വരൂപത്തിൽ എത്തിച്ചേരുക എന്നുള്ളതുമാണല്ലോ. ഈ മനസ്സിനെ ഒന്ന് നിരൂപണം ചെയ്താല് ഒരു വണ്ട് കാറ്റിൽ ചിറകടിച്ചു പറന്നു നടക്കുന്ന ജീവിയാണ് എന്ന് പറയാം. കാറ്റിനനുസരിച്ചാണ് അതിൻ്റെ സഞ്ചാരപഥവും. അതുപോലെ മനസ്സും വണ്ടിനെ പോലെ ചഞ്ചലമാണ്. ഒരു വണ്ട് എങ്ങനെയാണോ ചഞ്ചലമായി വർത്തിക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സും ചഞ്ചലമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചഞ്ചലമാകാൻ കാരണം? വാസനകളാൽ പ്രേരിതമായ സങ്കല്പങ്ങളുടെ കാറ്റ് അതിലുണ്ട്. ആ കാറ്റാണ് വീശുന്നത്, വാസനയാണ് നിയന്ത്രിക്കുന്നത്. വാസനയാൽ ഉണ്ടായ സങ്കല്പം അത് ഏത് വഴിക്ക് വീശുന്നുവോ ആ വഴിക്കത് പോകും. മനസ്സിലും മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്ന ജീവിതത്തിലും പൊരുളായിരിക്കുന്നതിനെ അറിഞ്ഞ് അതായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായി തീരേണ്ടതുണ്ട്. സുസ്വരൂപം തന്നെയായി തീരേണ്ടതുണ്ട്. സങ്കല്പരൂപത്തിലുള്ള വ്യാപാരങ്ങളോട് കൂടിയ മനസ്സിൽ അവർ കാണുന്നത് ആനന്ദരൂപമായ അനന്തസ്വരൂപം, ആ ആത്മാവിൻ്റെ ചിറകടി മാത്രമായിരിക്കും യോഗീചിത്തത്തിൽ ഉണ്ടാവുക. അതായത് ആത്മാവ് തന്നെയാണ് മനസ്സായും ജീവിതമായും ലോകമായും ഒക്കെ വടിവാർന്നിരിക്കുന്നത് എന്ന ദൃഢബോധമാണ് ഒരു യോഗിക്കുണ്ടാകുക. ആ ബോധമാണ് ആ യോഗിക്ക് ചിറകടിച്ച് മുന്നേറാനുള്ള വായുവായിരിക്കുന്നത്. അങ്ങനെ ഗുരു യോഗവായു എന്ന് പറഞ്ഞു. ആ യോഗവായു ഉണരണം, പ്രോജ്വലിക്കണം. ഗുരു പറഞ്ഞ യോഗവായുന വശീകൃത്യ യോജിത മനോഭൃംഗ എന്നാണ് പറഞ്ഞത്. യോഗവായു എന്നതിനാൽ പ്രാണശക്തി പറയാം. ആധുനിക ശാസ്ത്രം ഇതിനെ എനർജി എന്ന് പറയും. അപ്പോൾ ഈ പ്രാണശക്തി കുണ്ടലിനി പ്രാണശക്തിയാണ് എന്ന് പറയാം. ഇത് ഉണരണമെങ്കിൽ വാസനാനാശം ഉണ്ടാകണം. എല്ലായിടത്തും നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വാസനകൾ നശിക്കണം. അത് ജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ് നമ്മളിൽ, അത് നശിക്കണം. അതിന് നമ്മൾ സത്യത്തെ പറഞ്ഞു കേട്ടും പറഞ്ഞും മന്നം ചെയ്തും ഉറപ്പിക്കണം. പ്രാണസ്പന്ദനത്തെ നിരോധിക്കണം. വാസനാനാശം ഉണ്ടാകുമ്പോൾ പ്രാണസ്പന്ദനം നിരോധിതമാകും, കുറയും. അങ്ങനെ കുണ്ടലിനി പ്രാണനാൽ വശീകരിച്ച് യോജിത മനോഭൃംഗ, മനസ്സാകുന്ന വണ്ട് ആത്മാവാകുന്ന ആനന്ദ സ്വരൂപത്തിൽ യോജിപ്പിക്കപ്പെട്ട മനോഭൃംഗ, അല്ലെ, ഭൃംഗ വണ്ട്, മനസ്സാകുന്ന വണ്ട് ഒരു പൂവിനാൽ വശീകരിക്കപ്പെട്ട് അതിൽ ചെന്നെത്തി. ഈ ഒരു വണ്ട് എന്താ ചെയ്യുക? പൂവിനെ കാണുമ്പോൾ ആ പൂവിൻ്റെ ആ ആകൃതി, നിറവും സൗരഭ്യവും ഒക്കെ അതിനാൽ ആകർഷിക്കപ്പെട്ട് അതിൽ ചെന്നെത്തി അതിലെ മധു നുകരുമ്പോൾ അതിൻ്റെ ചിറകടി അതറിയാതെ നിന്നു പോകുന്നു. അതുപോലെയാണ് യോഗവായുവിനാൽ വശീകരിക്കപ്പെട്ട ആത്മാവിൻ്റെ ആ ഒരു മാധുര്യം നുകരുന്ന മനസ്സിൻ്റെയും സ്ഥിതി. താൻ നുകരുന്നതും താനെന്ന സ്വരൂപവും തൻ്റെ ചിറകടിയും എല്ലാം ആത്മസ്വരൂപമെന്നറിയപ്പോൾ മനസ്സായിരിക്കാനും ചിറകടിക്കാനും ഒക്കെ മറന്ന്
ആത്മാനന്ദരസം മാത്രമായി മാറുന്നു. ഇങ്ങനെ മനസ്സ് സ്പന്ദനമറ്റ് ആത്മാവിൽ ലീനമായിരുന്ന് ആനന്ദിക്കുന്ന സ്ഥിതിയാണ് യോഗം. മനസ്സിൽ ഒരു ദിവസം 60,000-ത്തിനടുത്ത് ചിന്തകൾ വന്നു പോകുമെന്ന് പറയുന്നു. വണ്ട് തേൻ കുടിക്കുമ്പോൾ അത് സ്വസ്ഥമാകും, ചിറകിൻ്റെ ഇളക്കമൊക്കെ നിൽക്കും, ചലിക്കില്ല. തേനിൻ്റെ മധുരത്തിൽ മാത്രമായിരിക്കും അതിൻ്റെ ശ്രദ്ധ. അതുപോലെ മനസ്സിൻ്റെ അമനീഭാവത്വം മനസ്സല്ലാതായി മാറുക, ആനന്ദസ്വരൂപമായി മാറുക. മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്തകളെല്ലാം നിലച്ച് മനസ്സ് ഒരേ കാര്യത്തിൽ, ഒരേ ആനന്ദത്തിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ മറ്റു വിചാരങ്ങളൊന്നുമില്ലാതെ ഒരേ വിചാരത്തിൽ മുഴുകി ആ ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ യോഗാവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാം. എങ്ങനെയാണ്? അണമുറിയാത്ത അഭ്യാസവും വൈരാഗ്യവും തേടേണ്ടതാണ്. ഇതിൽ പറയുന്ന പോലെ അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം എന്ന് പറയുമ്പോൾ പറയുകയാണ്, അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന തദൃഢം. അതായത് അഭ്യാസം കൊണ്ടും നിരന്തരമായ അഭ്യാസം കൊണ്ടും നിരന്തരമായ ആ വിരക്തത കൊണ്ടും സത്യ അനുഭവത്തിൻ്റെ അറിവ് കൊണ്ടും മനസ്സിനെ യോഗത്തിലെത്തിക്കാമെന്ന് പറയുന്നുണ്ട് അവിടെ. സുബ്രഹ്മണ്യ കീർത്തനമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഗുരു അനുഭവിച്ച ആനന്ദരസാനുഭൂതിയെ അനുഭവിക്കാനും അറിയാനും സാധിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു, വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓങ്കാരം കൊണ്ടെഴുപ്പി പെരുവെളി നടുവേ പള്ളി കൊണ്ടുള്ളിലുണ്ടാം, ചങ്കാരം കേട്ടുണർന്നീടുക ചടുതി മതി താമരത്തെൻ കുടിപ്പാൻ, പങ്കാരും പറ്റുവാനില്ല ഇരവു പകലിരും നീച്ചയും തേനുറിഞ്ചും, ചങ്കാരം പോലുമില്ലെങ്കിൽ ഇതിനെ ഇനിമയോട് ആസ്വദിച്ചിടുവാൻ വാ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഇനിമയെ ആസ്വദിച്ചിടുവാൻ വിളിക്കുന്നുണ്ട് ഗുരു. അജ്ഞരായ മനുഷ്യരെ അറിവിലേക്ക് കൈപിടിച്ചുയർത്തുവാനുള്ള ഗുരുവിൻ്റെ ആ ഒരു അരുമയാർന്ന വിളി, സത്യാനുഭവ രൂപമായി പെട്ടെന്നുണ്ടാകുന്ന ചിത്തമാകുന്ന താമര, ആ താമരയിലെ ആത്മാനന്ദ മധു നുകരാനായിട്ട് ഉണരാനാ പറയണത് ഈ ശ്ലോകത്തിലൂടെ. അതായത് ഓങ്കാരം കൊണ്ടെഴുപ്പി എന്നുള്ള സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ശ്ലോകത്തിലൂടെ ഗുരു പറയുന്നത് ഇതാണ്. രാവും പകലും ഒരുപോലെ ഈ തേൻ നുകരുമ്പോൾ ഇതിൻ്റെ പങ്ക് പറ്റുവാൻ ആരെങ്കിലും വരുമെന്ന് ഭയപ്പെടേണ്ടെന്നാണ് ഗുരു പറയുന്നത്. ഒരു തേനീച്ച തേനുറിഞ്ച് കുടിക്കുന്ന ആ ഒരു മൂളൽ പോലും അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ മധുപാനം തൃപ്തിയാവോളം ആസ്വദിക്കാൻ അല്ലയോ ഭഗവാനെ എൻ്റെ സമീപത്തേക്ക് വരിക എന്ന് സുബ്രഹ്മണ്യ ഭഗവാനോട് പറയുന്ന, സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിക്കാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. ഇവിടെ 8-ാം ശ്ലോകത്തിൽ ഗുരു യോഗത്തെ വിസ്തരിക്കുകയാണ്. പ്രാണനെ സ്പന്ദിപ്പിക്കുന്ന ബോധസ്വരൂപം. ഇവിടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് ഹൃദയപത്മമാണ് പ്രാണവായുവിൻ്റെ, അതായത് ആ പ്രാണന്റെ സംഗീതമെന്നാണ്. അത് ഇതുപോലെ പറയുന്നുണ്ട് ഗുരു. 8 ചുറ്റൊടു മോക്ഷമാർഗമടച്ചുമേവിന കുണ്ടലി കെട്ടറുത്തു കിളർന്നു മണ്ഡലവും പിളർന്നു ഭവത്പദം തുഷ്ടിയോടു പിടിപ്പതിനരുളുന്നതെന്നു ഭവാബ്ദിയിൽ പെട്ടുപോകരുതിന്നിയും ഭഗവാനെ ഷൺമുഖ പാഹിമാം. ഷൺമുഖ ഭഗവാനെ രക്ഷിക്കണമെന്ന് പറയാം. പ്രപഞ്ചശക്തിയായ പ്രാണൻ മനുഷ്യ ശരീരത്തിനുള്ളിൽ ഏറ്റവും താഴെ വിസർജനേന്ദ്രിയത്തിനു മുകളിൽ ഒരു പാമ്പിൻ്റെ ആകൃതിയിൽ ചുരുണ്ടു കിടക്കുന്നു. ഈ കുണ്ടലിനി ഉണർന്ന് 6 ആധാരചക്രങ്ങൾ കടന്ന്
ഏതൊക്കെയാണ് 6 ആധാരചക്രങ്ങൾ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി. ഈ ആധാരചക്രങ്ങളും കടന്ന് ശിരസിലുള്ള സഹസ്രാര ചക്രത്തിലെത്തുന്നു. ഒരു ലൗകികന്റെ ഉള്ളിൽ കുണ്ടലിനി എങ്ങനെയാണ് കിടക്കുന്നത്? ഗുരു പറയാ 8 ചുറ്റൊരു മോക്ഷമാർഗമടച്ചെന്നാണ് പറഞ്ഞത്. മോക്ഷമാർഗമടച്ചാണ് ആ ലൗകികന്റെ ഉള്ളിൽ കുണ്ടലിനി വർത്തിക്കുന്നത്. അത് തുറക്കണം. സുഷുമ്നാ നാഡീദ്വാരം അടച്ച് എന്നർത്ഥം. ഇതെങ്ങനെയാ തുറക്കുക? ധ്യാന മനനങ്ങളാൽ മനസ്സ് ഏകാഗ്രപ്പെട്ട് കുണ്ടലിനി ശക്തി ഉണർന്ന് ഷഡാധാരങ്ങളും കടന്ന് സഹസ്രാര പത്മത്തിലെത്തി ബോധസ്വരൂപമായ സത്യത്തിൻ്റെ ആ ഒരു ആനന്ദം അനുഭവിച്ച് കണ്ടെത്തുന്നതിന് എന്നെ അനുഗ്രഹിക്കുന്നത് എന്നാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഗുരു. ഒരു സാധാരണ ഭക്തൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. കുണ്ടലിനി പാട്ട് എന്ന കൃതിയിലും ഗുരു ഈ കുണ്ടലിനി പ്രാണനെ നന്നായി വിവരിച്ചു തരുന്നുണ്ട്. 8ാം ശ്ലോകത്തിൽ ഗുരു പറയുന്ന ഈ യോഗവായുവിനാൽ ആത്മാവുമായി യോജിപ്പിക്കപ്പെട്ട മനസ്സാകുന്ന വണ്ട് ആത്മാനന്ദ മാധുര്യം നുകർന്ന് സ്പന്ദനം നിലച്ച് സത്യസ്വരൂപത്തോട് അലിഞ്ഞു ചേർന്ന് അതിരറ്റ ആത്മാനന്ദമധു നുകരുന്നു എന്ന് പറയുന്നു. ഗീതയിലെ ധ്യാനയോഗത്തിൽ പറയുന്നുണ്ട്, യോഗി യുഞ്ജീത സതതമാത്മാനം രഹസ്യസ്ഥിതഃ ഏകാഗീ യഥചിത്താത്മാ നിരാശീരപരിഗ്രഹ. അതായത് ഒരു യോഗി തൻ്റെ മനസ്സിനെ പരമ്പൊരുളുമായി ബന്ധത്തിലേർപ്പെടുത്തണം, മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കണം എന്ന് പറയുന്നുണ്ട് ഗുരു. അതാണ് ഇവിടെ പറയുന്നത്, യോഗവായുവിനാൽ വശീകരിച്ച് യോജിതമായ മനസ്സാകുന്ന വണ്ട് ആത്മാനന്ദമാകുന്ന തേനിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ചലിക്കാതെ ഇരിക്കുന്നുവോ അപ്പോൾ യോഗം ഭവിക്കുമെന്നാണ് പറഞ്ഞത്. മനോഭൃംഗ എന്നാണ് ഗുരു പറഞ്ഞത്. മനസ്സാകുന്ന വണ്ട്, വണ്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അതിവേഗത്തിൽ ചലിക്കുന്ന ചിറകുകളോട് കൂടിയതാണ്. അങ്ങനെ ആ ചിറകുകളോട് കൂടിയിട്ട് അതിവേഗത്തിൽ ചലിച്ചിട്ട് കാണുന്ന പുഷ്പങ്ങളിലെല്ലാം ഭ്രമിച്ച് നടക്കുന്നു. അതിനാൽ അത് വളരെ ചഞ്ചലവുമാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ വിവിധങ്ങളായ വിഷയങ്ങളിൽ അഭിരമിച്ച് നടക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിനെ അവിടെ വണ്ടുകളോട് ഉപമിച്ചിരിക്കുകയാണ് ഗുരു. തേൻ കുടിക്കുമ്പോൾ വണ്ട് എങ്ങനെയാ നിശ്ചലമാകുന്നു, അതുപോലെ മനസ്സും ബ്രഹ്മാനന്ദത്തിൽ അമർന്ന് നിശ്ചലമാകുന്നു. ഗുരു ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ശനൈഹി ശനൈഹി ഉപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേതെന്ന് പറയുന്നുണ്ട്. ശനൈഹി ശനൈഹി ഉപരമേത്, ക്രമേണ പടിപടിയായി വിശ്വാസ ദാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥിതനായിക്കൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കണമെന്ന് ഗീത ഉറപ്പിച്ച് പറയുന്നു. നമ്മൾ മനസ്സിനെ വിസ്തരിച്ച് മായാദർശനത്തിലൊക്കെ വിചാരം ചെയ്തതാണ്. ഒരു കാറ്റടിക്കുമ്പോൾ ആ കാറ്റിന് അധീനമായി വണ്ട് നയിക്കപ്പെടുന്നത് പോലെ യോഗവായുവിനെ അധീനമാക്കി മനസ്സും ആത്മാനന്ദത്തിലേക്ക് നയിക്കപ്പെടണം എന്നാണ് ഗുരു പറഞ്ഞത്. അതാണ് യോഗവായുന വശീകൃത്യ യോജിതഃ മനോഭൃംഗഃ യഥാ സ്വാനന്ദമധുമാധുരീം പിബൻ ന സ്പന്ദതി എന്ന് ഗുരു പറഞ്ഞത്. ഇങ്ങനെ ദൃഢമായി മനസ്സ് നിശ്ചലപ്പെടുന്നതാണ് യോഗം. ഇവിടെ പറയാണ് സ്വാനന്ദ മധുമാധുരി എന്നാണ് പറഞ്ഞത്. ആത്മാനന്ദ അനുഭവത്തിൻ്റെ പരമോത്കൃഷ്ടമായ ആസ്വാദ്യതയാണ് ഇവിടെ പറയുന്നത് ഗുരു.
സ്വാനന്ദമധുമാതിരി. കാറ്റു തട്ടാത്ത ഒരിടത്ത് വെച്ച ചാഞ്ചല്യമില്ലാത്ത ആ ദീപനാളം പോലെ മനസ്സിനെ നിയന്ത്രിച്ച യോഗി എന്നർത്ഥം. മനസ്സിന്റെ സ്ഥായിയായ സ്വഭാവം ഒരിക്കലും ഒന്നിലും തൃപ്തമാകാതിരിക്കലാണെന്ന് നമുക്കറിയാം. മനസ്സിന്റെ ഇഷ്ടം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി മാറി ചാടിച്ചാടി ഒരു കുരങ്ങിനെ പോലെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ബാല്യത്തിലുള്ള ഇഷ്ടമായിരുന്നോ നമുക്ക് കൗമാരത്തിൽ വന്നപ്പോൾ? ആ ഇഷ്ടമായിരുന്നോ നമുക്ക് യൗവനത്തിൽ വന്നപ്പോൾ? ആ ഇഷ്ടമാണ് നമുക്ക് വാർദ്ധക്യാവസ്ഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. പണ്ട് ഏതെങ്കിലും വസ്തു നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കത് ഇഷ്ടമല്ല. അങ്ങനെ വണ്ടിനെ പോലെ മാറി മാറി സഞ്ചരിക്കുന്ന മനസ്സിനെ പരമസത്യം പഠിപ്പിക്കണം. ലൗകികമായ വിഷയതൃഷ്ണ മനസ്സിനെ സദാ ചലിപ്പിക്കുന്നു. അത് മനസ്സിന്റെ സ്വഭാവമാണെന്നറിയണം. ചഞ്ചലത മനസ്സിന്റെ സ്വഭാവമാണ്. അതല്ലോ പറഞ്ഞു ചഞ്ചലം കി മനഃകൃഷ്ണ എന്ന് പറഞ്ഞു. അതിന് നിരന്തര അഭ്യാസം കൊണ്ട് മാത്രമേ നിശ്ചലമാക്കാൻ സാധിക്കൂ. സ്വാനന്ദ മധുമാധുരീം പിബൻ, മനസ്സിനെ ആത്മാവുമായി യോജിപ്പിക്കപ്പെട്ട മനസ്സാകുന്ന വണ്ട് ആ ആത്മാനന്ദ മാധുരി നുകർന്ന് നിശ്ചലമായി വർത്തിക്കുന്നുവോ അതാണ് യോഗമെന്നറിയപ്പെടുന്നത് എന്ന് പറയാണ്. സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കണം എന്നർത്ഥം. ആത്മസംയോഗം കൊണ്ട് നിശ്ചലമായ മനസ്ഥിതിയെ പ്രാപിച്ച യോഗിയുടെ യോഗത്തെ കാവ്യാത്മകമായി ഗുരു വർണ്ണിച്ചിരിക്കുകയാണ്. യോഗവായുനാം, യോഗവായു കൊണ്ട് വശീകരിച്ച് ചേർക്കപ്പെട്ട മനസ്സാകുന്ന വണ്ട് സ്വന്തം ആനന്ദമാകുന്ന മധുവിന്റെ മാധുരി നുകർന്ന് സ്വാനന്ദ മധുമാധുരീം പിബൻ എന്നാ പറഞ്ഞത്. സ്വന്തം ആനന്ദമാകുന്ന ആത്മരസത്തെ, ആ ആത്മാനന്ദ അനുഭൂതിയെ നുകർന്ന് എപ്പോൾ ചലിക്കാതിരിക്കുന്നുവോ, നിശ്ചലമായി വർത്തിക്കുന്നുവോ അപ്പോൾ യോഗം സംഭവിക്കും. അവനവനിലെ ആനന്ദം അനുഭവിച്ച മനസ്സ് നിശ്ചലമായി തീരുന്നതാണ് യോഗം എന്ന് പറഞ്ഞുകൊണ്ട് 8ാം ശ്ലോകത്തിന്റെ അർത്ഥവിചിന്തനം ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.